ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2022 റിലീസ് ചെയ്ത ഒരു ജർമ്മൻ മിസ്റ്ററി ഹൊറർ മൂവിയാണ്. ചിത്രത്തിന്റെ പേര് ഫാമിലി ഡിന്നർ. അപ്പൊ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ ഈ ഒരു സൈക്കോളജിക്കൽ സ്ലോ ബേൺ ചിത്രത്തിന്റെ മുഴുവൻ കഥ കണ്ടാലോ? അതിനു മുൻപ് നിങ്ങൾ എന്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ കഥ തുടങ്ങുന്നത് യൂറോപ്പിലെ ഓസ്ട്രിയ എന്ന സ്ഥലത്ത് ഒരു ഗ്രാമപ്രദേശത്തെ ഒരൊറ്റപ്പെട്ട വീട് കാണിച്ചുകൊണ്ടാണ്. ഇതാണ് നമ്മുടെ കഥാനായിക സിമി. അവളിപ്പോ ഈസ്റ്റർ വെക്കേഷൻ ആഘോഷിക്കാൻ ആന്റിയുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഈ വരവിന് പിന്നില് മറ്റൊരു ഉദ്ദേശമുണ്ട്. സിമിയുടെ ആന്റി ഒരു ന്യൂട്രീഷനിസ്റ്റ് ആണ്. ശരീര സൗന്ദര്യം നിലനിർത്താൻ എന്തൊക്കെ ഫുഡ് കഴിക്കണം, എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരി ഒരുപാട് ബുക്സ് എഴുതിയിട്ടുണ്ട്. ഇപ്പൊ പറയാതെ തന്നെ സിമി എന്തിനാണ് ആന്റിയെ കാണാൻ വന്നതെന്ന് മനസ്സിലായില്ലേ? അതെ, സിമി ഒരു ഇൻസെക്യൂർ ടീനേജ് ഗേൾ ആണ്. പ്രായം വെറും 15 വയസ്സ് മാത്രം. തന്നെ കാണാൻ ഒട്ടും ഭംഗിയില്ല, വെയിറ്റ് കൂടുതലാണ്, തന്നെ ആരും നോക്കില്ല, പ്രണയിക്കില്ല എന്നൊക്കെ പറഞ്ഞ് എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കുന്ന ഒരു പാവം പെൺകുട്ടി. ഇതാണ് സിമിയുടെ ആന്റി ക്ലൗഡിയ. ആന്റി അവളെ കണ്ടപാടെ തന്നെ ആകെ അങ്ങ് സർപ്രൈസ് ആയി. ഹേയ്, നീ രാത്രി എത്തുന്നല്ലേ പറഞ്ഞ്, എന്തായാലും സേഫായി എത്തിയില്ലെന്നും പറഞ്ഞ് ആന്റി അവളെ മുറിയിലേക്ക് കൊണ്ടുപോയി. ഈ വീടിന് ഒത്തിരി പഴക്കമുണ്ട്. റെനോവേഷൻ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുക. ഇപ്പോ സിമിക്ക് താമസിക്കാൻ ഒരു മുറിയില്ല. അതുകൊണ്ട് ആന്റി അവളെ ആന്റിയുടെ മകന്റെ മുറിയിലേക്കാണ് കൂട്ടിക്കൊണ്ടു പോയത്. ഇപ്പോ ആന്റി ചോദിക്കും, നീ ഈസ്റ്റർ ആഘോഷിക്കാൻ വന്നതാണോ അതോ ചുമ്മാ എന്നെ കാണാൻ വന്നതാണോ? ആന്റി കുറച്ചു മാസങ്ങൾക്ക് മുൻപാണ് ഡിവോഴ്സ് ആയത്. ആന്റിക്ക് 16 വയസ്സുള്ള ഒരു മകനുണ്ട്, ഫിലിപ്പ്. അത് മാത്രമല്ല, ആന്റി ഇപ്പോ സ്റ്റെഫൻ എന്നൊരാളെ കല്യാണം കഴിച്ചു. അവര് 3 പേരുമാണ് ഈ വീട്ടിൽ ഇപ്പോ താമസിക്കുന്നത്. ഇപ്പോ സിമി ആണെങ്കിൽ ഒരാഴ്ച ഇവിടെ താമസിച്ച് ആന്റിയുടെ കയ്യിൽ നിന്ന് കുറച്ച് ടിപ്സ് ഒക്കെ അറിഞ്ഞ് ഒന്ന് തടി കുറയ്ക്കണം എന്ന ഉദ്ദേശത്തിലാണ് വന്നത്. അക്കാര്യം അവൾക്ക് ആന്റിയോട് പറയാൻ തന്നെ പേടിയാ, നാണക്കേടാണ്. എന്നാ ഒരാഴ്ച എന്ന് കേൾക്കുമ്പോ ആന്റി ആകെ നെർവസ് ആയി. ഒരാഴ്ചയോ? അതൊന്നും പറ്റത്തില്ല. ഈസ്റ്ററിന് മുന്നേ തന്നെ നീ തിരിച്ചു പോണം. അത്രയും ദിവസമൊന്നും നിനക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. ഇത് കേട്ട് സിമി ആകെ അപ്സെറ്റ് ആയി. ആന്റി ഇങ്ങനെ മുഖത്തടിച്ചതുപോലെ പറയുമെന്ന് അവൾ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിട്ടില്ല. നീ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് പ്രശ്നം ഉണ്ടായിട്ടല്ല. അവരുടെ ഈസ്റ്റർ സെലിബ്രേഷൻ കുറച്ച് പ്രൈവറ്റ് ആണ്. കുടുംബപരമായിട്ടുള്ള ചില ആചാരങ്ങളും ചടങ്ങുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് സിമി ഇവിടെ ഉണ്ടെങ്കിൽ അതവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, നീ ഹാപ്പി ആയിട്ടിരിക്കെ, ഞാൻ താഴെ കാണും എന്ന് പറഞ്ഞ് ആന്റി താഴേക്ക് ഇറങ്ങിപ്പോയി. സിമി ഉടനെ തന്നെ മമ്മിയെ വിളിച്ച് കാര്യം പറയും. അവൾക്കിവിടെ ഒരാഴ്ചയൊന്നും നിൽക്കാൻ പറ്റില്ല. അത് മാത്രമല്ല, താൻ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് അത് അവൾക്ക് ആന്റിയോട് പറയാൻ നാണക്കേടാണ്. അന്ന് രാത്രി അവരെല്ലാവരും അത്താഴം കഴിക്കാനായിട്ട് മേശയ്ക്ക് ചുറ്റിയിരിക്കുന്നു. ഇതാണ് ആന്റിയുടെ ഇപ്പോഴത്തെ ഹസ്ബൻഡ് സ്റ്റെഫാൻ. പിന്നെ ഇത് ആന്റിയുടെ മകൻ ഫിലിപ്പ്. ഈ സമയം ഫിലിപ്പ് ആണെങ്കില് മേശയ്ക്ക് മുന്നില് പേടിച്ച് വിറച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ സ്റ്റെപ്പ് ഫാദറായ സ്റ്റെഫാൻ അവനെ നോക്കി കണ്ണുരുട്ടുന്നുണ്ട്. ഇത് കണ്ടപ്പോ തന്നെ സിമിക്ക് ഒരു കാര്യം ഉറപ്പായി. സ്റ്റെപ്പ് ഫാദറിന് ഫിലിപ്പിനെ തീരെ ഇഷ്ടമല്ല. എന്നാ ഇതൊന്നും ശ്രദ്ധിക്കാത്തതുപോലെ ആന്റി ഫിലിപ്പിന് ഭക്ഷണം വിളമ്പി കൊടുക്കുന്നു. അത് കണ്ടപ്പോ തന്നെ സിമിക്ക് ആകെ സ്ട്രേഞ്ച് ആയിട്ട് തോന്നി. ഫിലിപ്പിന് ആരോഗ്യപരമായിട്ട് യാതൊരു പ്രശ്നങ്ങളും ഇല്ല. അവൻ ആ ഫുഡ് എടുത്ത് കഴിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ എന്ത് ഫുഡ് കഴിക്കണം, അതെങ്ങനെ കഴിക്കണം എന്ന് വരെ ആന്റി മകനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഇപ്പോ സിമിയും ഫിലിപ്പും ഫുഡ് കഴിക്കുന്നുണ്ട്. പക്ഷേ ആന്റിയും അങ്കിളും ഫുഡ് കഴിക്കുന്നില്ല. പച്ചവെള്ളം മാത്രമേ കുടിക്കുന്നുള്ളൂ. എന്താ, നിങ്ങൾ രണ്ടുപേരും ഫുഡ് കഴിക്കുന്നില്ലേ? അതിന് ആന്റി പറയും, ഈസ്റ്റർ വരെ ഞങ്ങൾ ഫുഡ് കഴിക്കാറില്ല, ഫാസ്റ്റിംഗിലാണ്. അങ്ങനെ അത്താഴമൊക്കെ കഴിഞ്ഞ് സിമി കണ്ണാടിയിലേക്ക് നോക്കി സങ്കടപ്പെട്ട് നിൽക്കുക. എനിക്ക് എങ്ങനെയെങ്കിലും വണ്ണം കുറയ്ക്കണം. എങ്ങനെയാ ഇപ്പോ ഇതിനെക്കുറിച്ച് ആന്റിയോട് പറയാ? അവൾ അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോ ഫിലിപ്പ് അങ്ങോട്ട് വന്ന് അവളോട് ഒത്തിരി മോശമായിട്ട് സംസാരിക്കും. സിമി ഇങ്ങോട്ട് വന്നത് അവന് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. റൂം ഷെയർ ചെയ്യണ്ടേ. അന്ന് രാത്രി ക്ലൗഡിയ തന്റെ മകനെ ഒരു കൊച്ചു കുഞ്ഞിനെ ഉറക്കുന്നത് പോലെയാണ് ഉറക്കുന്നത്. എന്നിട്ട് ഗുഡ് നൈറ്റ് പറയുന്നു. ഫിലിപ്പിന്റെ മൊബൈൽ ഫോണൊക്കെ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. ക്ലൗഡിയ തന്റെ മകനെ അത്രയും കൺട്രോൾ ചെയ്യുന്നുണ്ട്. അടുത്ത ദിവസം നായിക നടക്കാനായിട്ട് വീടിന് പുറത്തേക്ക് ഇറങ്ങി. ആന്റി താമസിക്കുന്നത് ഒരൊറ്റപ്പെട്ട സ്ഥലത്താണ്. ചുറ്റുപാടും മരങ്ങളും കാടും മാത്രമേ ഉള്ളൂ. അങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ കുറച്ച് ദൂരെയായിട്ട് കുറച്ച് മരക്കമ്പുകള് കൂട്ടിയിട്ടിരിക്കുന്നത് നായിക കാണുന്നത്. സിമി അതിന്റെ അടുത്തേക്ക് ചെന്ന് നോക്കി. താഴെ ഒരു പെട്രോൾ ക്യാൻ ഇരിക്കുന്നുണ്ട്. ഒരു പുതപ്പും ഒരു ബാഗും ഉണ്ടായിരുന്നു. സിമി ആ ബാഗ് എടുത്ത് തുറന്നു നോക്കി. അതിനകത്ത് കുറച്ച് വസ്ത്രങ്ങളും ചോക്ലേറ്റും ഉണ്ടായിരുന്നു. അതല്ലാതെ അൺയൂഷ്വൽ ആയിട്ട് ആ ബാഗിനകത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല. അവൾ ആ ബാഗ് പഴയതുപോലെ തന്നെ ആ മരങ്ങൾക്കിടയില് മറച്ചു വെക്കുന്നുണ്ട്. അങ്ങനെ അവള് വീട്ടിലെത്തുന്നു. അങ്കിൾ സ്റ്റെഫാൻ വർക്കൗട്ട് ചെയ്തോണ്ടിരിക്കുക. അവളോട് ഓരോ കൊച്ചു വർത്താനൊക്കെ പറഞ്ഞ് പുള്ളിക്കാരൻ മേശപ്പുറത്തിരുന്ന ഫുഡൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട്. അവര് രണ്ടുപേരും ഈസ്റ്റർ വരെ ഫുഡൊന്നും കഴിക്കുന്നില്ല എന്നാണ് ആന്റി പറഞ്ഞത്. അങ്ങനെ ഒരല്പസമയം കഴിഞ്ഞ് സിമി ഫ്രഷ് ആയിട്ട് മുറിയിലേക്ക് വരുമ്പോ ആന്റി നായികയുടെ ബാഗിലെ സാധനങ്ങളൊക്കെ പുറത്തേക്ക് എടുത്ത് വെച്ചോണ്ടിരിക്കുക. അവള് ആന്റി എഴുതിയ ഒരുവിധം എല്ലാ ബുക്സും വായിച്ചിട്ടുണ്ട്. ഇപ്പോ സിമി പറയാതെ തന്നെ ആന്റിക്ക് കാര്യം മനസ്സിലായി. അവൾ
അവള് വെയിറ്റ് കുറയ്ക്കാൻ ഹെൽപ്പിന് വേണ്ടിയിട്ടാണ് ആന്റിയുടെ അടുത്തേക്ക് വന്നത്. സിമി, നീ ഒന്ന് വിചാരിക്കല്ലേ, ഞാനും സ്റ്റെഫനും ഒത്തിരി തിരക്കിലാണ്. എനിക്കിപ്പോ നിന്നെ ഇക്കാര്യത്തിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല എന്നാണ് ആന്റി പറയുന്നത്. അന്ന് വൈകിട്ടായതോടെ പുറത്ത് എന്തോ ശബ്ദം കേട്ട് സിനി ജനാല വഴി പുറത്തേക്ക് നോക്കുമ്പോ ആന്റിയും അങ്കിളും എന്തൊക്കെയോ പറഞ്ഞ് തർക്കിച്ചോണ്ടിരിക്കുക. കാര്യം എന്താന്ന് വെച്ചാല് സ്റ്റെഫനും ഫിലിപ്പും ചേർന്ന് കാട്ടിലേക്ക് വേട്ടയ്ക്ക് പോയതാണ്. പക്ഷേ ഇപ്പോ ഫിലിപ്പിനെ കാണുന്നില്ല. ആന്റി ആണെങ്കിലെ ടെൻഷൻ അടിച്ച് ബഹളം വെച്ചോണ്ടിരിക്കുക. പോലീസിനെ വിളിക്ക്, സമയം രാത്രിയായി, എന്റെ കുഞ്ഞിനെ ഈ രാത്രി സമയത്ത് ആ കാടിനകത്ത് സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. ഈ സമയം സിമി പറയും, ഫിലിപ്പ് എവിടെയാന്ന് എനിക്കറിയാം. നായിക നേരെ അവരെ കൂട്ടി ഇന്ന് രാവിലെ അവള് കുറച്ച് മരങ്ങള് കൂട്ടി വെച്ചിരിക്കുന്നത് കണ്ടിരുന്നില്ലേ, അങ്ങോട്ട് പോവാണ്. അതിനകത്ത് ഒരു ബാഗ് ഉണ്ടായിരുന്നു, അത് ഫിലിപ്പിന്റെ ബാഗാണ്. അവൻ നാട് വിടാൻ പ്ലാൻ ചെയ്തതായിരുന്നു. അങ്ങനെ സ്റ്റെഫാൻ മകനെ കണ്ടെത്തി വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ആന്റിക്കാണെങ്കിൽ അത്രയും സന്തോഷം, മകനെ തിരിച്ചു കിട്ടിയല്ലോ. ആന്റി സിമിയോട് കൂടുതൽ സ്നേഹം കാണിക്കാൻ തുടങ്ങി. ഇപ്പോ ആന്റി പറയും, നിനക്ക് വെയിറ്റ് കുറയ്ക്കണം എന്നാണെങ്കിൽ നിന്നെ ഞാൻ ഉറപ്പായിട്ടും ഹെൽപ്പ് ചെയ്യും. പിന്നെ പറയണോ, സിമിക്ക് അത്രയും സന്തോഷാണ്. അന്ന് രാത്രി നായിക അത്താഴം കഴിക്കാനായിട്ട് കാത്തിരിക്കുക. ആന്റി അവൾക്ക് വെയിറ്റ് കുറയ്ക്കാൻ എന്ത് ഫുഡാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയില്ലല്ലോ. പക്ഷേ അടുത്ത നിമിഷം തന്നെ സിമിയുടെ പ്രതീക്ഷകളെല്ലാം തന്നെ തകിടം മറിഞ്ഞു. അവളിനി 4 ദിവസം ഒരു നേരം പോലും ഭക്ഷണം കഴിക്കാൻ പാടില്ല, വെറും വെള്ളം മാത്രമേ കുടിക്കാൻ പാടുള്ളൂ. ഇതൊരിക്കലും സിമി പ്രതീക്ഷിച്ചിരുന്നില്ല. ഭക്ഷണം കഴിക്കാതെ ഒരാൾക്ക് ഇങ്ങനെ സർവൈവ് ചെയ്യാൻ പറ്റുക? വെയിറ്റ് കുറയ്ക്കണമെങ്കിൽ പട്ടിണി കിടക്കണം. ഈ സമയം ഫിലിപ്പിനെ നോക്കുകയാണെങ്കിൽ വീട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. അവനിപ്പോ ആകെ പേടിച്ച് വിറച്ച് മേശയ്ക്ക് മുന്നിലിരിക്കുക. സിമിയോട് നല്ല ദേഷ്യമുണ്ട് അവന്. അങ്ങനെ ഫിലിപ്പിന്റെ അത്താഴമൊക്കെ കഴിഞ്ഞ് സിമി ടേബിള് വൃത്തിയാക്കുന്നു. മേശപ്പുറത്തിരുന്ന പ്ലേറ്റിലുണ്ടായിരുന്ന ഫുഡ് കണ്ട് അവൾക്കത് കഴിക്കണം എന്നുണ്ട്. പക്ഷേ അവളത് ചെയ്യില്ല, ആ ഫുഡ് എടുത്ത് കളയാണ്. അതിനുശേഷം ആന്റി സിമിയുടെ വെയിറ്റ് ചെക്ക് ചെയ്ത് നോക്കുന്നു. എന്നിട്ട് പറയും, നീ എന്നെ അനുസരിച്ചില്ല, നീ ഞാൻ പറയുന്ന റൂൾസ് ഫോളോ ചെയ്തില്ലെങ്കിൽ എനിക്ക് നിന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ല, കേട്ടല്ലോ. അതിന് മനസ്സില്ലാ മനസ്സോടെ സിമി സമ്മതം മൂളുന്നുണ്ട്. ഇതിനുശേഷം നായിക ഉറങ്ങാനായിട്ട് മുറിയിലേക്ക് പോയി. നോക്കുമ്പോ ദേ സിമിയുടെ ബെഡിലാരോ ഒരു എലിയെ പിടിച്ച് അതിന്റെ തലയെറുത്ത് ബെഡിലിട്ടിരിക്കുകയാണ്. അത് കണ്ട് സിമി ആകെ പേടിച്ചു പോയി. എലിയെ കൊന്നിട്ടത് ഫിലിപ്പായിരുന്നു. കാരണം അവനെ കണ്ടെത്താൻ കാരണക്കാരി സിമിയല്ലേ. ആന്റി വന്ന് ആ ബെഡൊക്കെ ക്ലീൻ ചെയ്തെങ്കിലും എന്തോ അന്ന് രാത്രി ആ മുറിയിൽ കിടക്കാൻ സിമിക്ക് ആകെ പേടിയായി. പോരാത്തതിനെ ഫിലിപ്പിന്റെ കയ്യിലൊരു കത്തിയുണ്ട്. ചെറുക്കൻ ഇനി ആ ദേഷ്യത്തില് എന്തെങ്കിലും ചെയ്താലോ? അവള് ബെഡ്ഷീറ്റ് ഒക്കെ എടുത്ത് ഉറങ്ങാനായിട്ട് താഴേക്ക് പോകുമ്പോ അങ്കിൾ സ്റ്റെഫാൻ മുകളിലേക്ക് കയറി വരും. നിന്റെ ഡയറ്റ് ഒക്കെ എങ്ങനെ പോകുന്നു? ഇതും പറഞ്ഞ അങ്കിള് അവളോട് കുറച്ച് സ്ട്രെയിഞ്ച് ആയിട്ട് പെരുമാറും. ആക്ച്വലി നീ വെയിറ്റ് കുറയ്ക്കേണ്ട ആവശ്യമില്ല, ഇപ്പൊ തന്നെ നിന്നെ കാണാൻ വളരെ ബ്യൂട്ടിഫുൾ ആണ്. അവൾക്ക് എന്തോ അങ്കിളിന്റെ ഈ പെരുമാറ്റം അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. പെട്ടെന്ന് തന്നെ താഴേക്ക് ഇറങ്ങിപ്പോയി. അങ്ങനെ നായിക ഫുഡ് കഴിക്കാതെ 3 ദിവസങ്ങൾ കടന്നുപോയി. പച്ചവെള്ളം മാത്രമേ കുടിക്കുന്നുള്ളൂ. നന്നായിട്ട് വിശക്കുന്നുണ്ട്, ഉറക്കം വരുന്നുണ്ട്, കണ്ണുകളൊന്നും ശരിക്കും തുറക്കാൻ പറ്റുന്നുണ്ടോ? ഫിലിപ്പാണെങ്കിലോ സിമിക്ക് ഫുഡ് കൊടുക്കുന്നില്ല എന്നറിഞ്ഞ് മനഃപൂർവ്വം അവൾക്ക് മുന്നിലിരുന്ന് കുറെ അധികം ഫുഡ് കഴിക്കുന്നുണ്ട്. അങ്ങനെ പച്ചവെള്ളം കുടിച്ചോണ്ട് നമ്മുടെ നായിക വീടിന് പുറത്തിരിക്കുമ്പോ പെട്ടെന്ന് ആന്റി ആകെ ദേഷ്യപ്പെട്ട് ബഹളം വെച്ച് അവളെ വീടിനകത്തേക്ക് വിളിക്കും. സംഭവം എന്താന്ന് വെച്ചാല് ആന്റി മുറി ക്ലീൻ ചെയ്യുന്ന സമയത്ത് സിമിയുടെ ബാഗിൽ നിന്ന് ഒരു മിഠായി പൊതി കിട്ടി. അവള് റൂൾസ് ബ്രേക്ക് ചെയ്യില്ല എന്ന് പറഞ്ഞല്ലേ ആന്റി അവളെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞത്. അതിന് സിമി കരഞ്ഞോണ്ട് പറയും, ആന്റി ഇത് എന്റെ അല്ല, ഇത് ചെയ്തത് ഫിലിപ്പാണെന്ന് സിമിക്ക് അറിയാം. പക്ഷെ അതിപ്പോ പറഞ്ഞാലും ആന്റി അവളെ വിശ്വസിക്കാൻ പോണില്ല. ആന്റി അവളെ അവസാനമായിട്ട് വാൺ ചെയ്യും, ഇനി ഇതുപോലെ എന്തെങ്കിലും ആവർത്തിക്കുകയാണെങ്കിൽ ഉടനെ തന്നെ നീ വീട്ടിലേക്ക് തിരിച്ചു പോവേണ്ടി വരും. അങ്ങനെ ഒരല്പസമയം കഴിഞ്ഞ് സിമി താഴേക്ക് ഇറങ്ങി വരുമ്പോ ആന്റി ഫിലിപ്പിന്റെ മുറിവിലെ ഐസ് പാക്ക് വെച്ചോണ്ടിരിക്കുക. അവന്റെ മുഖത്ത് ആ മുറിവ് കണ്ടാൽ തന്നെ മനസ്സിലാവും ആരോ അവന്റെ കണ്ണിനിട്ട് ഇടിച്ചതാണ്. പക്ഷേ ആന്റി നായികയോട് കള്ളം പറയും. അവൻ ഹണ്ടിങ്ങിന് പോയപ്പോ ചെറുതായിട്ടൊന്ന് വീണു, അത്രേ ഉള്ളൂ. ഫിലിപ്പ് അങ്ങനെ സൈലന്റ് ആയിട്ടിരുന്ന് ഫുഡ് കഴിക്കുന്നു. ആ പേരൻസ് അവിടെ ഒന്നും സംഭവിക്കാത്തതുപോലെ ചിരിച്ച് കളിച്ച് സംസാരിച്ചോണ്ടിരിക്കുക. അതൊക്കെ കണ്ട് സിമിക്ക് ആകെ സ്ട്രെയിഞ്ച് ആയിട്ട് തോന്നി. ഇവരെന്താ ഇങ്ങനെ പെരുമാറുന്നത്? അത്താഴത്തിന് ശേഷം ആന്റി സിമിയുടെ വെയിറ്റ് ചെക്ക് ചെയ്ത് നോക്കി. അവൾക്കൊരു ആമുലറ്റ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നിനക്ക് വിശക്കുവാണെങ്കിൽ എന്തെങ്കിലും കഴിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ദേ ഈ കല്ലൊന്ന് പ്രസ് ചെയ്താൽ മതി, നിന്റെ വിശപ്പെല്ലാം പോവും. ഇതും പറഞ്ഞ് വല്ലാത്തൊരു രീതിയിലാണ് ആന്റി അവളോട് സംസാരിക്കുന്നത്. ഇനി അവളെ പട്ടിണിക്കിട്ട് കൊല്ലാനാണോ? ഇപ്പൊ തന്നെ സിമിക്ക് കണ്ണു തുറക്കാനോ സംസാരിക്കാനോ വയ്യ. അന്ന് രാത്രിയും സിമി ഫിലിപ്പിന്റെ കൂടെ ആ മുറിയിൽ ഉറങ്ങാൻ തയ്യാറല്ല. എന്നാലോ ആന്റി അവളെ ആ സോഫയിൽ കിടക്കാനായിട്ട് സമ്മതിക്കില്ല. കാരണം ഇവിടെ ഇരുന്നാണ് ആന്റി ബുക്ക് എഴുതാറുള്ളത്. എനിക്ക് കുറെ എഴുതാനുണ്ട്, നീ തൽക്കാലത്തേക്ക് ഫിലിപ്പിന്റെ മുറിയിൽ ഉറങ്ങിയാൽ മതിയെന്നും പറഞ്ഞ് അവളെ കൂട്ടി മുകളിലേക്ക് പോയി. അതായത് സിമിയെ കണ്ടപാടെ തന്നെ തന്റെ റിസർച്ച് ബുക്കുകളൊക്കെ അടച്ചു വെച്ചു.
ആന്റി എന്തൊക്കെയോ മറക്കുന്നുണ്ട്. അന്ന് പാതിരാത്രി ആയതോടെ സിമിക്ക് എത്ര ശ്രമിച്ചിട്ടും ഉറക്കം വന്നില്ല. വിശന്നിട്ട് വയറ് വേദനിക്കാൻ തുടങ്ങി. വേറെ വഴിയില്ലാതെ അവള് നേരെ താഴേക്കിറങ്ങി ഫുഡ് കഴിക്കാൻ. പക്ഷേ ഫ്രിഡ്ജിനകത്ത് കഴിക്കാനായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്നാണ് അങ്കിൾ സ്റ്റെഫാൻ അങ്ങോട്ട് വരുന്നത്. സിമി ആകെ പേടിച്ച് വരണ്ടു നിൽക്കുക. ആ പേടിയിലും വെപ്രാളത്തിലും സിമി തന്റെ കയ്യിലുണ്ടായിരുന്ന കത്തി വെച്ച് അയാൾ അറ്റാക്ക് ചെയ്യാണ്. പെട്ടെന്നാണ് നായിക ഉറക്കത്തിൽ നിന്ന് കണ്ണു തുറക്കുന്നത്. ഈ കണ്ടത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. ഇപ്പോ സിമി ആന്റിയുടെ വീട്ടിലേക്ക് വന്നിട്ട് 5 ദിവസങ്ങളായി. അവൾക്കിപ്പോ ഇവിടെ നിൽക്കാനായിട്ട് തീരെ താല്പര്യമില്ല. ഇടയ്ക്കൊക്കെ ഫിലിപ്പിനെ പോലെ ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടാലോ എന്ന് ചിന്തിക്കുന്നുണ്ട്. അന്ന് രാവിലെ പതിവ് പോലെ തന്നെ ക്ലൗഡിയ മകനെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നു. എന്നാ ഫിലിപ്പിന് ഇന്ന് ഫുഡ് കഴിക്കാൻ അത്ര താല്പര്യമില്ല. കാരണം ഇത് കഴിഞ്ഞ സ്റ്റെഫാന്റെ കൂടെ ഹണ്ടിങ്ങിന് പോണം. അവൻ പേടിച്ചിട്ട് അമ്മയോട് പറയും, മോം ഞാൻ ഇന്ന് പോണോ? എനിക്ക് സ്റ്റെഫാന്റെ കൂടെ തനിച്ചു പോവാൻ പേടിയാ. അതിനെ ക്ലൗഡിയ മകനെ നിർബന്ധിക്കുകയാണ്. നീ കൂടുതലൊന്നും പറയണ്ട, പോയേ പറ്റൂ. ഈ സമയം സിമി ആന്റിയോട് പറയും, ഞാൻ വേണമെങ്കിൽ അവന്റെ കൂടെ പോവാം. കാരണം സിമിക്ക് ഉറപ്പായിരുന്നു സ്റ്റെപ്പ് ഫാദർ ഫിലിപ്പിനെ ഉപദ്രവിക്കുന്നുണ്ട്. അയാൾക്ക് അവനെ തീരെ ഇഷ്ടമല്ല. 3 പേരും അങ്ങനെ ഹണ്ടിങ്ങിനായിട്ട് കാട്ടിലേക്ക് പോകുന്നു. ഫിലിപ്പ് ഒരു മുയലിനെ ഷൂട്ട് ചെയ്ത് വീഴ്ത്തി. അത് ജീവന് വേണ്ടി പിടഞ്ഞോണ്ടിരിക്കുകയാണ്. അത് കണ്ട് സ്റ്റെഫാൻ ഒരു കത്തി എടുത്തിട്ട് മകനോട് പറയും, അതിനെ കൊന്നുകള, അല്ലെങ്കിൽ അതൊത്തിരി വേദന തിന്നേണ്ടി വരും. പക്ഷേ ഫിലിപ്പ് ആണെങ്കിൽ ഫ്രീസ് ആയിട്ട് നിൽക്കുക. അവനെ കൊണ്ട് അത് ചെയ്യാൻ പറ്റത്തില്ല. സ്റ്റെഫാൻ ആകെ ഫസ്ട്രേറ്റഡ് ആയിട്ട് മകനെ ഒത്തിരി വഴക്ക് പറയുന്നുണ്ട്. എന്നാലും ഫിലിപ്പിന് അവിടെ നിന്ന് അനങ്ങാൻ പറ്റുന്നില്ല. അവസാനം അവിടെ അടിയും ബഹളാവൂന്ന് തിരിച്ചറിഞ്ഞ് സിമി ഉടനെ തന്നെ അവന്റെ കയ്യിൽ നിന്ന് കത്തി വാങ്ങി ആ മുയലിനെ കൊന്നു കളഞ്ഞു. അല്ലെങ്കിൽ അത്രയും നേരം ആ മിണ്ടാപ്രാണി സഫർ ചെയ്തോണ്ടിരിക്കുക. തിരിച്ചവര് വീട്ടിലെത്തി. ഫിലിപ്പിന് ദേഷ്യം വന്ന് വീടിനകത്തേക്ക് ഓടിപ്പോയി. കാരണം സ്റ്റെപ്പ് ഫാദർ അവനെ സിമിയുടെ മുന്നിൽ വെച്ച് നാണം കെടുത്തി അവനെ കളിയാക്കി. മുയലിനെ കൊന്നത് സിമിയല്ലേ. അങ്ങനെ 2 പേരും ചേർന്ന് മുയലിന്റെ മീറ്റ് ക്ലീൻ ചെയ്യാനായിട്ട് വീടിന് തൊട്ടടുത്തുണ്ടായിരുന്ന വെയർ ഹൗസിലേക്ക് ചെല്ലുന്നു. ആ മീറ്റ് എങ്ങനെ ക്ലീൻ ചെയ്യണം അതൊക്കെ സ്റ്റെഫാൻ സിമിക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നീട് തിരികെ മുറിയിലെത്തിയ നായികയാണെങ്കിൽ ഫിലിപ്പിനെ സമാധാനിപ്പിക്കാൻ എന്തൊക്കെയോ പറഞ്ഞു നോക്കുന്നുണ്ട്. അപ്പോഴും ഫിലിപ്പ് മോശമായിട്ട് തന്നെയാണ് അവളോട് സംസാരിക്കുന്നത്. നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഈ വീട്ടിൽ നിന്ന് എന്നെ ഓടി രക്ഷപ്പെട്ടേനെ. ഇത് കേട്ട് ഫിലിപ്പിന് ദേഷ്യം വന്ന് സ്റ്റെഫാനെ പറ്റി എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ട്. അവനൊരു ഇഡിയറ്റ് ആണ്. പിന്നെ എന്റെ അമ്മ, എനിക്ക് ആ സ്ത്രീയെ പേടിയാ. അവര് മാത്രമാണ് എന്നെ ഉപദ്രവിക്കാറുള്ളത്, അല്ലാതെ സ്റ്റെഫാൻ അല്ല. ഇത് കേട്ട് നായിക ഒന്ന് ഷോക്കായി. സ്വന്തം അമ്മ തന്നെയാണ് മകനെ ഉപദ്രവിക്കുന്നതും അവനെ കൺട്രോൾ ചെയ്യുന്നതും. അവൻ ഇഷ്ടപ്പെട്ട ഒരു വസ്ത്രം ധരിക്കാൻ പോലുള്ള ഫ്രീഡം ഈ വീടിനകത്തില്ല. പക്ഷേ പുറമേ നിന്ന് നോക്കുമ്പോ ക്ലൗഡിയ നല്ലൊരു അമ്മയാണ്, കെയറിംഗ് ആണ്, ലവിംഗ് ആണ്. ഇത് കേട്ട് സിമി പറയും, നിനക്ക് വട്ടാണ്. ആന്റി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. ഇത് കേട്ട് ഫിലിപ്പിന് വല്ലാതെ ദേഷ്യം വന്നു. ഞാൻ പറയുന്നത് നിനക്ക് വിശ്വാസമല്ല അല്ലേ? കാരണം ആ സ്ത്രീ നിന്നെ സുന്ദരിയാക്കും എന്ന് കരുതി കാത്തിരിക്കയല്ലേ? അതുകൊണ്ടല്ലേ നീ എന്നെ വിശ്വസിക്കാത്തെ? ഇത് കേട്ട് സിമി ആണെങ്കിൽ അവനെ 4 ചീത്തയും വിളിച്ച് മുറിയിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അന്ന് രാത്രി തന്നെ നായിക ഫിലിപ്പ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ആന്റിയോട് പറയുന്നുണ്ട്. അത് കേട്ടതോടെ ആന്റി ആകെ തകർന്നു പോയി കരയാൻ തുടങ്ങി. ഫിലിപ്പിന് തീരെ സുഖമില്ല. അവന് പാരനോയ് എന്ന പേഴ്സണൽ ഡിസോർഡർ ആണ്. എപ്പോ ദേഷ്യപ്പെടും, എപ്പോ അഗ്രസീവ് ആവും എന്ന് ആർക്കും പറയാൻ പറ്റില്ല. കഴിഞ്ഞ 3-4 കൊല്ലങ്ങളായിട്ട് ഞങ്ങൾ ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുക. അവനെ ട്രീറ്റ് ചെയ്യാൻ കുറെ ഡോക്ടേഴ്സിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. അതൊന്നും വർക്കായില്ല. അവനെ സ്കൂളിൽ നിന്ന് പുറത്താക്കി. ഇത് കേട്ട് സിമിക്ക് അത് വിശ്വസിക്കാൻ വയ്യ. ഫിലിപ്പ് പറഞ്ഞത് ആന്റിയാണ് അവനെ വീടിനകത്ത് പൂട്ടിയിട്ടിരിക്കുന്നത്, അവനെ സ്കൂളിലേക്ക് പറഞ്ഞയക്കാത്തത്. അതിനും ആ സ്ത്രീ കരഞ്ഞോണ്ട് മറുപടി പറയും. അവന്റെ ടീച്ചേഴ്സ് ആണ് ഫിലിപ്പിനെ പൂട്ടിയിടാനായിട്ട് പറഞ്ഞത്. അവൻ ഒരുപാട് തവണ വീട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസും അവരെ ഹെൽപ്പ് ചെയ്യില്ല. എനിക്ക് അവൻ മാത്രമേ ഉള്ളൂ. ഞാൻ ഫിലിപ്പിനെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് എന്നും പറഞ്ഞ് ആന്റി കരഞ്ഞോണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞ് ക്ലൗഡിയ മകന്റെ അടുത്തേക്ക് ചെല്ലുന്നു. മകനോട് ഗുഡ് നൈറ്റും പറഞ്ഞ് അവന്റെ മൊബൈൽ ഫോൺ ചെക്ക് ചെയ്ത് നോക്കുന്നു. മമ്മി പോയ ഉടനെ തന്നെ ഫിലിപ്പ് സിമിയോട് പറയും, കണ്ടില്ലേ ആ സ്ത്രീക്ക് എന്നെ ഇഷ്ടമല്ല, ഇതെല്ലാം തന്നെ ആക്ടിംഗ് ആണ്. ഇത് പറയുമ്പോ ഫിലിപ്പിന്റെ കയ്യിൽ ഒരു കത്തിയുണ്ട്. നോക്കിക്കോ, ഒരു ദിവസം ഞാൻ അവരെ കൊന്നുകളയും. എന്തൊക്കെ പറഞ്ഞിട്ടും നായിക അവനെ വിശ്വസിക്കാതായപ്പോ ഫിലിപ്പിനൊരു കാര്യം മനസ്സിലായി. ആ സ്ത്രീ അവളെയും മാനിപ്പുലേറ്റ് ചെയ്തിരിക്കുകയാണ്. കള്ളങ്ങള് പറഞ്ഞ് പറ്റിച്ചിരിക്കുകയാണ്. സത്യം പറഞ്ഞോ? ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നീ അമ്മയോട് പറഞ്ഞോ? ഇത് കേട്ട് സിമി ആകെ പേടിച്ചു പോയി. ഇല്ല, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. പിറ്റേന്ന് രാവിലെ സിമി എണീറ്റ് വെള്ളം കുടിക്കാനായിട്ട് കിച്ചണിലേക്ക് ചെന്നു. അവിടെ ഫിലിപ്പിന് വേണ്ടി ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു. എന്നാലും അവളെ കൊണ്ട് അത് കഴിക്കാൻ വയ്യ. ഈ നേരത്ത് വീടിന് വെളിയില് ആന്റി എന്തൊക്കെയോ കുഴിച്ചിടുന്നുണ്ട്. അതായത് ഒരു കുഴിയെടുത്ത് അതിലേക്ക് കോഴിമുട്ടയൊക്കെ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. വീടിന്റെ പല ഭാഗത്തായിട്ട് ആ സ്ത്രീ എന്തൊക്കെയോ കുഴിയെടുത്ത് കുഴിച്ചു മൂടുന്നുണ്ട്. സിമി പതിയെ ചെന്ന് ആ കുഴി മാന്തി നോക്കി. അതിനകത്ത് ഫിലിപ്പിന്റെ ഒരു ഫോട്ടോ, ഒരു വുഡു ഡോള്, മുടി, അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. ആ സ്ത്രീ തന്റെ സ്വന്തം മകനെ കൂടോത്രം ചെയ്തിരിക്കുകയാണ്. ഉടനെ തന്നെ സിമി ഇക്കാര്യം അമ്മയെ ഫോൺ ചെയ്തു പറയും. അതിന് സിമിയുടെ മമ്മി പറയുന്നത്, ക്ലൗഡിയയ്ക്ക് ഇത്തരത്തില് ഏൻഷ്യന്റ് റിച്വൽസിലും കൂടോത്രത്തിലൊക്കെ വിശ്വാസമുണ്ട്. പക്ഷേ അതൊരിക്കലും അത്രയ്ക്ക് പേടിക്കേണ്ട ഒന്നല്ല. ക്ലൗഡിയ അങ്ങനെ ആരും ഉപദ്രവിക്കുന്ന ഒരു വ്യക്തിയല്ല. ഞാൻ മോളെ കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് അങ്ങോട്ട് വരണോ? ഈ ചോദ്യത്തിന് സിമി എന്തെങ്കിലും ഒരു ഉത്തരം
പറയുന്നതിന് മുന്നേ ആന്റി ആ മുറിയിലേക്ക് ഓടിയെത്തി. സിമി പേടിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഫോൺ കട്ട് ചെയ്യുന്നു. ആ സ്ത്രീ ഫിലിപ്പിന്റെ വസ്ത്രങ്ങളൊക്കെ എടുത്തു വെക്കാനായിട്ട് വന്നതായിരുന്നു. സിമി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ എന്നോട് പറയണം കേട്ടോ എന്നും പറഞ്ഞ് ക്ലൗഡിയ താഴേക്ക് ഇറങ്ങിപ്പോയി. ഈ സംഭവത്തോടുകൂടി ഫിലിപ്പ് പറയുന്നതിലും എന്തോ കാര്യമുണ്ടെന്ന് സിമിക്ക് തോന്നി തുടങ്ങി. അവൾ ഉടനെ തന്നെ ആന്റി കാണാതെ ആന്റിയുടെ മുറിയിലേക്ക് ചെന്ന് എന്തൊക്കെയോ തെരഞ്ഞു നോക്കുന്നുണ്ട്. അതായത് ആന്റി കുറെ റിസർച്ചുകളൊക്കെ നടത്തിയിരുന്ന ബുക്കുകളൊക്കെ അവള് കാണാതെ മറച്ചു പിടിച്ചിരുന്നു. സിമി അലമാരയിൽ നിന്ന് ആ ബുക്ക് കണ്ടെത്തി. ക്ലൗഡിയ സാത്താനെ ആരാധിക്കുന്ന ഒരു കൾട്ട് ഗ്രൂപ്പിലെ ഒരു മെമ്പറാണ്. ആ ബുക്ക് നിറയെ സാത്താനെ കുറിച്ചുള്ള റെഫറൻസും ഡാർക്ക് റിച്വൽസ്, സാത്താന്റെ സിംബൽസ്, മന്ത്രങ്ങള്, പിന്നെ പേടിപ്പെടുത്തുന്ന ചില ചിത്രങ്ങള്, അതായത് കുട്ടികളെ പച്ചയ്ക്ക് കടിച്ചു തിന്നുന്ന ചിത്രങ്ങള്. അതില് മനുഷ്യരുണ്ട്, ചെകുത്താനുണ്ട്. ആ ബുക്ക് മറച്ചു നോക്കിയതോടുകൂടി സിമിക്ക് പിന്നെ പേടിച്ചിട്ട് ശ്വാസം കിട്ടുന്നില്ല. എന്ത് ചെയ്യണമെന്ന് യാതൊരു പിടുത്തവുമില്ല. അവൾ ആ വീട്ടില് ഒട്ടും സേഫ് ആയിരുന്നില്ല. വന്ന അന്ന് തന്നെ ഈ വീട്ടിൽ എന്തൊക്കെയോ കുഴപ്പമുണ്ടെന്ന് സിമിക്ക് ഉറപ്പായിരുന്നു. കാരണം അവര് മൂന്നുപേരും വിചിത്രമായിട്ടാണ് പെരുമാറുന്നത്. അന്ന് അത്താഴത്തിന് മുൻപായിട്ട് അങ്കിൾ സ്റ്റെഫാൻ വീടിന്റെ മെയിൻ ഡോറ് ലോക്ക് ചെയ്യുന്നു. അതിന്റെ ചാവി എപ്പോഴും സ്റ്റെഫാന്റെ കയ്യിലായിരിക്കും. അവള് കുറച്ചുനേരം ആ ചാവി എങ്ങനെ നോക്കിക്കൊണ്ടേയിരുന്നു. അതെങ്ങനെങ്കിലും എടുക്കണം. ഇതേ സമയം ക്ലൗഡിയ മകന് ഭക്ഷണം വിളമ്പിക്കൊടുക്കുന്നു. സിമിക്ക് ഇനി പിടിച്ചിരിക്കാൻ വയ്യ. ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനുള്ള സ്ട്രെങ്ത് പോലും അവൾക്കില്ലല്ലോ. അവസാനം വേറെ വഴിയില്ലാതെ അവൾ ആന്റിയോട് പറയും, ഞാൻ എന്റെ ഡയറ്റ് നിർത്തുക, എനിക്ക് എന്തെങ്കിലും കഴിക്കണം, എനിക്ക് വിശക്കുന്നുണ്ട്. എന്നാ ആന്റി അതിന് സമ്മതിക്കില്ല. ഹേയ്, പറ്റില്ല, എനിക്കറിയാം നിനക്ക് വിശക്കുന്നുണ്ട്, ഇത് ഒത്തിരി ബുദ്ധിമുട്ടാണ്, പക്ഷേ നീ എനിക്ക് പ്രോമിസ് ചെയ്തതാണ്. സിമി കരഞ്ഞ കാല് പിടിച്ചു നോക്കിയിട്ടും ആ സ്ത്രീ അവളെ ഫുഡ് കഴിക്കാൻ സമ്മതിക്കില്ല. ഇത് കണ്ടോണ്ടിരുന്ന ഫിലിപ്പാണെങ്കിൽ താൻ കഴിച്ചോണ്ടിരുന്ന ഫുഡ് അതെടുത്ത് സിമിക്ക് നേരെ വെച്ചു കൊടുത്തു. പിന്നെ പറയണ്ടല്ലോ, ആന്റിയുടെ മട്ടും ഭാവക്കാകം മാറാൻ തുടങ്ങി. ഫിലിപ്പ്, ആ പ്ലേറ്റ് അങ്ങ് തിരിച്ചെടുക്ക്. അവനത് കേൾക്കില്ല. മമ്മിയോട് ഒരുപാട് ദേഷ്യപ്പെടും. അവൾ എന്തെങ്കിലും കഴിച്ചോട്ടെ. ഇതുകൊണ്ടാണ് നിങ്ങളുടെ ബുക്സ് ഒന്നും ഇപ്പൊ വിറ്റുപോവാത്തത്. കാരണം ആ ബുക്സ് നിറയെ മണ്ടത്തരമാണ്. ഡാഡിയും മമ്മിയും അവനോട് ആ പ്ലേറ്റ് എടുത്ത് മാറ്റാൻ പറഞ്ഞിട്ടും ഫിലിപ്പ് ആ പ്ലേറ്റ് അനക്കില്ല. വാശി പിടിച്ചിരിക്കും. ദേഷ്യം വന്ന ക്ലൗഡിയ മകനെ തല്ലുന്നുണ്ട്. എന്നിട്ട് ആ ഫുഡ് മുഴുവനും അവനെ കൊണ്ട് നിർബന്ധിച്ച് കഴിപ്പിക്കുകയാണ്. ഇതോടുകൂടി സിമി മനസ്സിലൊരു കാര്യം ഉറപ്പിക്കുകയാണ്. ഫിലിപ്പിനെ എങ്ങനെയെങ്കിലും ഈ നരകത്തിന്ന് രക്ഷപ്പെടുത്തണം. അവന്റെ ശരിക്കുള്ള ഡാഡി സിറ്റിയിലാണ്. എങ്ങനെയെങ്കിലും അങ്കിളിന്റെ അടുത്തേക്ക് ഫിലിപ്പിനെ കൊണ്ടുപോകണം. അന്ന് രാത്രി തന്നെ സിമി ആരും കാണാതെ സ്റ്റെഫൻ എടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ആ മെയിൻ ഡോറിന്റെ ചാവി എടുക്കുന്നുണ്ട്. സിമി അങ്ങനെ നേരെ മുറിയിലേക്ക് ചെല്ലുമ്പോ കാണുന്നത് ആന്റി കരഞ്ഞോണ്ടിരിക്കുകയാണ്. അവനെ സമാധാനിപ്പിക്കുന്നുണ്ട്, സോറ് ചോദിക്കുന്നുണ്ട്. ആന്റി പോയി ഉടനെ തന്നെ നായിക ആ ചാവി എടുത്ത് ഫിലിപ്പിനെ കാണിച്ചു കൊടുത്തു. നാളെ രാവിലെ തന്നെ നമുക്ക് രണ്ടുപേർക്കും സ്ഥലം വിടണം. ഈ കാട്ടുമുക്കിന്ന് എങ്ങനെയെങ്കിലും റെയിൽവേ സ്റ്റേഷനിൽ എത്താനായിട്ട് ഒരു 3/4 മണിക്കൂർ എടുക്കും. 8 മണിക്കാണ് ട്രെയിൻ. രണ്ടുപേരും നാളെ രാവിലെ 6 മണിക്ക് ഈ വീട്ടിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് തീരുമാനിക്കുകയാണ്. എന്നാൽ അടുത്ത ദിവസം സിമി കണ്ണു തുറന്നു നോക്കുമ്പോ സമയം 8 മണി കഴിഞ്ഞിരുന്നു. ബെഡിലാണെങ്കിൽ ഫിലിപ്പിനെ കാണുന്നില്ല, ആ ചാവിയും കാണുന്നില്ല. രക്ഷപ്പെടാന്ന് പറഞ്ഞിട്ട് ചെറുക്കൻ അവളെ പറ്റിച്ച് തനിയെ രക്ഷപ്പെട്ടു പോയി. വീടിന്റെ മെയിൻ ഡോർ തുറന്നു കിടക്കുന്നുണ്ട്. അങ്ങനെ മകനെ തെരഞ്ഞുപോയ സ്റ്റെഫാൻ വീട്ടിലേക്ക് തിരിച്ചെത്തി. അതായത് ഫിലിപ്പ് ഇപ്പോ അവന്റെ ശരിക്കുള്ള ഡാഡിയുടെ അടുത്താണ്. അവൻ സേഫാണ്, കുഴപ്പമില്ലാന്നും പറഞ്ഞ് അങ്കിള് ആന്റിയെ സമാധാനിപ്പിക്കുന്നു. ഒരു തരത്തില് ഫിലിപ്പ് രക്ഷപ്പെട്ടല്ലോ എന്നും പറഞ്ഞ് സിമിക്കും ഒന്ന് സമാധാനമായി. താനെന്തായാലും ഈസ്റ്റർ കഴിഞ്ഞ വീട്ടിലേക്ക് തിരികെ പോകും. പക്ഷേ അതുപോലല്ലോ ഫിലിപ്പിന്റെ അവസ്ഥ. അവളെ പേടിച്ച് സ്റ്റെഫാന്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയും, എനിക്ക് വീട്ടിലേക്ക് പോകണം, എന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്യോ, എനിക്ക് അമ്മയെ കാണാൻ തോന്നുക. അതിന് അങ്കിള് ചോദിക്കും, അതെന്ത് പറ്റി പെട്ടെന്ന്? അപ്പൊ നീ ഈസ്റ്റർ കൂടുന്നില്ലേ? അതെന്തായാലും മോശമായി പോയി. സിമി ഉടനെ തന്നെ ബാഗ് പാക്ക് ചെയ്യാനായിട്ട് മുകളിലേക്ക് പോയി. ഈ സമയം അവൾക്ക് പെട്ടെന്ന് ഫിലിപ്പിനെ കുറിച്ച് ഓർമ്മ വന്നു. അവനെന്താ എന്നോടൊരു നന്ദി പോലും പറയാതെ പോയത്? അവൾ ഉടനെ തന്നെ ഫിലിപ്പിന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് അയച്ചു, നീ എന്താ എന്നെ കൂട്ടാതെ പോയത്? അതിന് ടബേന്ന് പറഞ്ഞ് മറുപടി വന്നു. അതും അവൾക്കുള്ള ചീത്തയായിരുന്നു. അങ്ങനെ തന്നെയായിരുന്നു ഫിലിപ്പ് അവളോട് പെരുമാറിയിരുന്നത്. എന്തായാലും അവൻ സേഫ് ആയില്ലേ, അത് മതി. ഇതോടുകൂടി പെണ്ണിന്റെ മനസ്സ് മാറി. എന്തായാലും ഇത്രയും നാളും ഇവിടെ നിന്നില്ലേ, ഇന്നൊരു രാത്രിയല്ലേ. അവള് അവരോടൊപ്പം തന്നെ ഈസ്റ്റർ ആഘോഷിക്കാൻ തീരുമാനിക്കുകയാണ്. ഇത് കേൾക്കുമ്പോ അങ്കിളൊന്ന് ഷോക്കായി. അതെന്ത് പറ്റി? ഒരുപക്ഷെ നീ തിരിച്ചു പോകുന്നതായിരിക്കും നിനക്ക് നല്ലത്. കാരണം ഈ ഒരു റിച്വൽസും ചടങ്ങുകളൊക്കെ നിനക്ക് പരിചയമില്ലല്ലോ. പിന്നെ നിനക്ക് ആന്റിയെ പറ്റി അറിയില്ലേ. റൂൾസ് ബ്രേക്ക് ചെയ്യുന്നത് അവൾക്ക് ഇഷ്ടമല്ല. എനിക്കിതിലൊന്നും താല്പര്യമില്ല. പക്ഷേ ഞാനിതൊക്കെ ചെയ്യുന്നത് നിന്റെ ആന്റിക്ക് വേണ്ടിയാണ്. സ്റ്റെഫൻ അവളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അന്ന് രാത്രിയോടെ അങ്കിള് വീടിന് വെളിയിൽ ഒരു ഡിന്നർ ടേബിൾ ഒക്കെ സെറ്റ് ചെയ്യുന്നു. ചുറ്റും തീപ്പന്തൊക്കെ കത്തിക്കുന്നുണ്ട്. ഈ സമയം ആന്റി നമ്മുടെ സിമിയെ നല്ല ഭംഗിയായിട്ട് അണിയിച്ചൊരുക്കുന്നു. 3 പേരും അത്താഴം കഴിക്കാനായിട്ട് പുറത്തേക്ക് ചെന്നു. 12 മണിയോടെ 3 പേരും ആർത്തിയോടെ ആസ്വദിച്ച് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അവരെ കൊണ്ട് കഴിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യാനേ പറ്റുന്നില്ല. 5-6 ദിവസം പട്ടിണി കിടന്നതല്ലേ. സിമി ആണെങ്കില് മതിയാവോ
വയറാവോളം ഒരുപാട് ഫുഡ് കഴിക്കുന്നുണ്ട്. എന്നാൽ വയറ് നിറച്ച് ഫുഡ് കഴിച്ചിട്ടും അന്ന് രാത്രി സിമിക്ക് എത്ര ശ്രമിച്ചിട്ടും കിടന്നിട്ട് ഉറക്കം വന്നില്ല. ആ ചെറുക്കൻ എന്നെ പറ്റിച്ചിട്ട് പോയില്ലേ. അവള് പെട്ടെന്ന് തന്നെ ഫോൺ എടുത്ത് ഫിലിപ്പിനൊരു മെസ്സേജ് അയച്ചു. നീ ഉറങ്ങിയോ? അതിന് മറുപടി ഒന്നും വന്നില്ല. അവളിപ്പോ ബെഡിനടിയിലേക്ക് നോക്കുമ്പോ താഴെ ഫിലിപ്പിന്റെ ആ കത്തി കിടക്കുന്നുണ്ട്. അതൊരിക്കലും ഫിലിപ്പ് താഴെ വെക്കാറില്ല. അതവന്റെ കയ്യിൽ തന്നെ കാണും. എന്തോ പന്തികേട് തോന്നി സിമി അവൻ അയച്ചു കൊടുത്തിരിക്കുന്ന ആ ഫോട്ടോ ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. അത് ഫിലിപ്പിന്റെ കൈയല്ല. അത് ഒന്നുകൂടി സൂം ചെയ്ത് നോക്കുമ്പോ അവിടെ തൊട്ടടുത്തൊരു മേശ കാണാം, ചെറിയൊരു മഴു കാണാം. അതില് ബ്ലഡ് ഉണ്ടായിരുന്നു. ഇതിനു മുന്നേ സിമി ആ മേശയും ആക്സ് ഒക്കെ കണ്ടിട്ടുള്ളത് അങ്കിൾ സ്റ്റെഫാന്റെ ആ വെയർ ഹൗസിലാണ്. എന്തോ പന്തികേട് തോന്നി സിമി ശബ്ദം ഉണ്ടാക്കാതെ പതിയെ വീടിന് പുറത്തേക്ക് ഇറങ്ങി. ആ ലോക്കൊക്കെ തല്ലി തകർത്ത് വെയർ ഹൗസിനകത്തേക്ക് കയറി. അതിനകത്തേക്ക് ചെന്ന് നോക്കുമ്പോ അവളെ കൊണ്ട് ആ കാഴ്ച കണ്ടു നിൽക്കാൻ കഴിയുന്നതായിരുന്നില്ല. ഫിലിപ്പിനെ അവിടെ കട്ട് ചെയ്ത് കഷ്ണങ്ങളായിട്ട് മാറ്റി വെച്ചിരിക്കുക. അവന്റെ സ്വന്തം അമ്മ തന്നെ ഫിലിപ്പിനെ കൊലപ്പെടുത്തി. പിന്നെ അത് മാത്രമല്ല, കുറച്ചു മുന്നേ അവര് വളരെ ആസ്വദിച്ച് കഴിച്ച ഭക്ഷണം അത് ഫിലിപ്പിനെയായിരുന്നു. സ്വന്തം മകനെ തിന്നാനാണ് ആ സ്ത്രീ പട്ടിണി കിടന്നത്. അത് വിശ്വസിക്കാനാവാതെ സിമി വൊമിറ്റ് ചെയ്യാൻ തുടങ്ങി. ആ സമയത്ത് അങ്കിൾ അങ്ങോട്ട് വന്ന് അവളെ സമാധാനിപ്പിക്കുന്നുണ്ട്. ഹേയ് പേടിക്കല്ലേ, എല്ലാം ഓക്കെയാണ്. നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? അപ്പോ നിനക്ക് ഫുഡ് കഴിക്കുന്ന നേരത്ത് ഇതറിയായിരുന്നോ? ഇത് കേട്ട് സിമി ആണെങ്കിലേ ഇല്ല എനിക്ക് അറിയില്ല എന്നും പറഞ്ഞ് കരയാ. പേടിക്കണ്ട, നാളെ തന്നെ ഞാൻ പോലീസിനെ വിളിച്ചിട്ട് സ്റ്റെഫൻ ഓടിപ്പോയി അവനെ കാണാനില്ല എന്ന് പറയാം കേട്ടോ. നീയും നാട്ടിലേക്ക് തിരിച്ചു പോയിക്കോ. ഇവിടെ ഒന്നും നടന്നിട്ടില്ല. നമ്മൾ ഇതിനെക്കുറിച്ച് ഒരിക്കലും സംസാരിക്കില്ല. നീയും ആരോടൊന്നും പറയില്ല അല്ലേ? സ്റ്റെഫാൻ ഇതും പറഞ്ഞ് നായികയെ സമാധാനിപ്പിച്ച് ഒരു വിധത്തില് വെയർ ഹൗസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും സിമിക്ക് തന്റെ ദേഷ്യം, സങ്കടം അടക്കാൻ കഴിഞ്ഞില്ല. അവള് തന്റെ പോക്കറ്റിലുണ്ടായിരുന്ന ഫിലിപ്പിന്റെ കത്തിയെടുത്ത് അയാളെ ഒരുപാട് തവണ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. സിമി എങ്ങനെയൊക്കെയോ ആ വീട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെടുമ്പോഴേക്കും ആന്റി ഈ ശബ്ദങ്ങളൊക്കെ കേട്ട് പുറത്തേക്ക് ഓടിയെത്തി. പിന്നെ ഒന്നും നോക്കിയില്ല, സിമി തന്റെ ജീവനും കൊണ്ട് അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. രണ്ടുപേരും പിന്നാലെ തന്നെ കാറില് അവളെ ഫോളോ ചെയ്യുന്നുണ്ട്. സിമി പേടിച്ചിട്ട് കാടിനകത്തൂടെയാണ് ഓടുന്നത്. കുറച്ചു ദിവസം ഫുഡ് കഴിക്കാത്തതുകൊണ്ട് തന്നെ അവളെ കൊണ്ട് ഓടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാല് തന്നെ താഴേക്ക് വീഴുന്നുണ്ട്. എങ്ങോട്ട് ഓടണം, എങ്ങോട്ട് ഓടി രക്ഷപ്പെടണം എന്ന് സിമിക്ക് യാതൊരു പിടുത്തവുമില്ല. അവള് നേരെ ചെന്ന് ആ മരക്കമ്പുകളൊക്കെ കൂട്ടിവെച്ചിരുന്നില്ലേ ഈസ്റ്ററിന് കത്തിക്കാൻ, അതിനകത്ത് കയറി ഒളിച്ചിരുന്നു. ഈ സമയം ആന്റി ആണെങ്കിൽ അങ്ങോട്ട് ഓടി വന്നിട്ട് ആദ്യമൊക്കെ കരഞ്ഞ് കാല് പിടിക്കുന്നത് പോലെ അവളോട് സംസാരിക്കുന്നുണ്ട്. സിമി പുറത്തേക്ക് ഇറങ്ങി വാ, നീ ഞങ്ങളെ പേടിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾ ഇത് ചെയ്തത് ഫിലിപ്പിനോടുള്ള സ്നേഹം കൊണ്ടാണ്. അവനിപ്പോ നമ്മുടെ ഉള്ളിലാണ്, അവൻ നമ്മളോടൊപ്പമാണ്. നിനക്ക് അവനെ ഫീൽ ചെയ്യാൻ പറ്റുന്നില്ലേ? ഈ സൈക്കോ ഇങ്ങനെ എന്തൊക്കെയോ ഭ്രാന്ത് വിളിച്ച് പറയാ. എത്ര വിളിച്ചിട്ടും സിമി ആണെങ്കില് അതിനകത്തു നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നില്ല. ഇതോടുകൂടി ആന്റിക്ക് ഭ്രാന്തായി. സിമി നിന്നെ ഞാൻ കാണിച്ചു തരാന്നും പറഞ്ഞ് ആ വിറകിലേക്ക് പെട്രോൾ ഒഴിക്കാൻ തുടങ്ങി. ഇപ്പോ ടബയെന്ന് പറഞ്ഞ് സിമി ആന്റിയുടെ അടുത്തേക്ക് ഓടി വന്നു. ആന്റിയുടെ കയ്യിലുണ്ടായിരുന്ന പെട്രോൾ ക്യാൻ വാങ്ങി അത് ആന്റിയുടെ ദേഹത്തേക്ക് തന്നെ ഒഴിക്കുകയാണ്. പിന്നെ കഥയൊന്നും പറയാൻ നിന്നില്ല. അവൾ ആ വിറകിന് തീ കൊളുത്തി. ആന്റി ആ തീയിൽപ്പെട്ട് മരിക്കുകയാണ്. ഇത് കണ്ടു നിൽക്കുമ്പോഴും സിമിക്ക് പേടിയോ സങ്കടോ കുറ്റബോധോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ നേരം പുലർന്നു. അവള് നേരെ കാറിന്റെ അടുത്തേക്ക് ചെന്ന് അങ്കിളിന്റെ അടുത്ത് ചെന്നിരുന്നു. പുള്ളിക്കാരൻ മരിച്ചിട്ടില്ല, രക്തം വാർന്ന് അനങ്ങാൻ പറ്റാതിരിക്കുക. ഈ സമയം അങ്കിള് തന്റെ കയ്യിലുണ്ടായിരുന്ന തോക്കെടുത്ത് സിമിക്ക് ഇട്ടുകൊടുത്തു. എന്നെ കൊന്നേക്ക് എന്ന് പറഞ്ഞ്. പക്ഷേ സിമി അയാളൊന്നും ചെയ്യില്ല. അയാള് സഫർ ചെയ്യട്ടെ, വേദന തിന്നട്ടെ എന്ന് കരുതി അവൾ ആ തോക്കെടുത്ത് വലിച്ചെറിഞ്ഞു. ഈ ഒരു സീനോടെയാണ് ഫാമിലി ഡിന്നർ എന്ന ഈ ഒരു ജർമ്മൻ ഹൊറർ മൂവി അവസാനിക്കുന്നത്. അപ്പോ ഇന്നത്തെ എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്, സപ്പോർട്ട് ചെയ്യുക. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.